സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കൊരു വചനം വായിക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 1-ാമത്തെ വാക്യം ഒന്ന് ഉറച്ചു വായിച്ചേ. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവരായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അതിൻ്റെ അർത്ഥം 30,000 പേരെ കൊണ്ട് സ്തോത്രം ദാവീദ് ആ പെട്ടകം എടുക്കാൻ പോകുന്നുണ്ട്. വെറുതെ പെട്ടകം എടുക്കാൻ പോകുന്നില്ല ദാവീദ്. നമ്മൾ താഴോട്ട്, അതായത് 2 ശമൂവേൽ 6-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇതുവരെയ്ക്കും ഇല്ലാത്ത ഒരു ആരാധന അവിടെ കാണാൻ പറ്റും. 30,000 പേരാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മേലുള്ള സ്തോത്രം ദൈവത്തിൻ്റെ ആഴമേറിയ അഭിഷേകം ആ 30,000 പേരുടെ മേലും പകർന്നു കൊടുത്തു. സ്തോത്രം. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ ഓരോ പുതിയ ഉപകരണങ്ങൾ കൊണ്ട് സ്തോത്രം ദൈവത്തെ ആമേൻ ആരാധിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റും. അത്രമാത്രം സ്തോത്രം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദാവീദ് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ദാവീദിൻ്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ തന്നെ അറിയാം. യഹോവൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിൻ്റെ മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുന്നത് തൊട്ട് ആഴങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കതറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും വലിയ സ്തോത്രം ജനത്തെ കൂട്ടി ദാവീദിന് ഇത്രയും ആഴങ്ങളിലേക്ക് ആരാധിക്കാൻ എങ്ങനെ പറ്റി? തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ ആരും സപ്പോർട്ട് ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. സഹോദരന്മാർ, വീട്ടുകാരും ഒക്കെ റിജക്റ്റിംഗ് ഭാഷകളെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ താൻ എന്ത് കേട്ടാലും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി എന്ത് വിഷയവും എന്ത് പ്രശ്നവും എന്താവട്ടെ കിന്നരമെടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ദാവീദ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, അതേ ദാവീദിൻ്റെ കുടുംബത്തിനകത്ത് തൻ്റെ ഭാര്യ പറഞ്ഞൊരു പദമുണ്ട്, നീ ഒരു രാജാവാണ്, നീ ഇതെന്തോ കാണിക്കുന്നേ? കാരണം ഇത്രയും സ്തോത്രം തിരുവചനം പറയുന്നു, ഇത്രയും പേരെ കൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകത്തെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആരാധിച്ചപ്പോൾ അച്ഛൻ്റെ അതേ സ്വഭാവം, അതായത് ശൗലിൻ്റെ അതേ സ്വഭാവം തൻ്റെ മകൾക്കുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ പേരാ അസൂയ. ഈ ശൗൽ സ്തോത്രം ദാവീദിനെ നോക്കി അസൂയപ്പെടുന്നുണ്ടോ? എങ്ങനെയെന്നറിയാവോ? ഗോലിയാത്തിനെ കൊല്ലുമ്പോൾ ദാവീദ് 10,000 കൊന്നു, ശൗലോ 1000 കൊന്നു. ഇത് കേൾക്കുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 30,000 പേരും പോട്ടെ, 30,000 വിട്ട് 5 പേരെങ്കിലും കാണൂ. 5 പേരും ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിച്ച് സ്തോത്രം വരുമ്പോൾ ഒരാൾ അതിനെന്തുകൊണ്ടാണ് മാറിയിരിക്കുന്നത്? ഇന്ന് നമ്മളുടെ എല്ലാം ഭവനത്തിനകത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സാത്താൻ ആ വ്യക്തിയെ എങ്ങനെയൊക്കെ പ്രശ്നത്തിൽ കുരുക്കാൻ നോക്കോ അങ്ങനെയെല്ലാം നോക്കും. അതിലൊന്നും കിട്ടിയില്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തന്നെ എടുത്ത് ഉപയോഗിക്കും. നിങ്ങളിവിടുത്തെ വായിച്ചു നോക്കാം. ദാവീദിനെ കുരുക്കാൻ സാത്താൻ തലകുത്തി നിന്നിട്ട് നടക്കാത്തത് കൊണ്ട് തൻ്റെ ഭാര്യയോട് സംസാരിക്കുക. കാരണം ദാവീദ് വരുന്നത് സ്തോത്രം ആ അഭിഷേകത്തിൻ്റെ പവറുമായിട്ടാണ് ദാവീദ് ആ ഭവനത്തിൽ വരുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ദാവീദിൻ്റെ ഭാര്യ സംസാരിച്ചതിന് ശേഷം അവർക്കൊരു മക്കളെപ്പോലും കിട്ടിയിട്ടില്ല. ഒന്ന് ചിന്തിക്കുക, നന്നായി ചിന്തിക്കുക. ഇത്രയും പേരെ ഒറ്റ സ്റ്റെപ്പിൽ ദൈവത്തിൻ്റെ മാത്രം നോക്കി ആരാധിച്ചപ്പോൾ ആ ദേശത്തിലുള്ള സ്പിരിറ്റ് ഇളവി നേരെ ദാവീദിൻ്റെ ഭാര്യയിൽ ചിന്താമണ്ഡലത്തിൽ കയറി. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ ആ ശൗലിൻ്റെ മോളെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ കൈത്തങ്ങലായി നിൽക്കുന്ന വ്യക്തികൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു വേദനയുണ്ട്. പക്ഷേ 2024 നിന്നെ ആ വേദന ഒരുപാട് ഭരിച്ചെങ്കിൽ 2025 നീ അതിനെ ജയിക്കാനാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അവിടെ ദാവീദിൻ്റെ ഭാര്യ സംസാരിക്കുമ്പോൾ ദാവീദ് തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട്. രാജാവാകുന്നതിന് മുമ്പ് നിൻ്റെ അപ്പനൊക്കെ അവിടെയുണ്ട്, അവരെ ഒന്നും വിളിക്കാതെ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. രാജാവായിട്ടല്ല ഞാൻ ഇത്രയും ആരാധിക്കുന്നത്, ദൈവം എന്നെ വിളിച്ച സ്നേഹം. കാരണം ആ ഒറ്റ വാക്കിൽ തന്നെ ആ ദാവീദിൻ്റെ ഭാര്യയ്ക്ക് മക്കൾ പോലും ജനിക്കാതെ വന്നായിപ്പോയി. അതിൻ്റെ കാരണക്കാര് ദാവീദാണ്? അല്ല. ആരാ? അവൻ്റെ ഭാര്യ. സ്തോത്രം. ചിന്തിക്കുക, നിങ്ങൾ നന്നായി ചിന്തിക്കുക.
2025 നിൻ്റെ മേൽ പകർന്ന അഭിഷേകം, നിൻ്റെ മേൽ പകർന്ന ആ ആഴങ്ങളിലേക്കുള്ള ദൈവീയമായിട്ടുള്ള അഭിഷേകം മറ്റുള്ളവർക്ക് സ്തോത്രം പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഉപവസിച്ചോ കൈമാറുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്താനും നിന്നെ ഒറ്റപ്പെടുത്താനും നിന്നെ വേദനപ്പെടുത്താനും ഒരുപാട് പേരെണിക്കും. നീ അതൊന്നും കണ്ട് പേടിക്കരുത്. നീ ആത്മാവിൽ നിറയണം, നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ ദേശത്തിൻ്റെ സ്പിരിറ്റിനറിയാം, ഇവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവ സാന്നിധ്യം. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 6000 ഭൂതം ബാധിച്ച മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കീഴിലിരുന്നപ്പോൾ പന്നികളെ മേയ്ക്കുന്ന ആ ദേശത്തിലുള്ളവർ ഓടി വന്ന് പറഞ്ഞത് സൗഖ്യം നടന്നതിനെ ഓർത്തല്ല, യേശുവേ ഇവിടം വിട്ടു പോകണം, ഇവിടം വിട്ട് നീ പോകണം. പക്ഷെ കർത്താവ് അതിനൊന്നും ഒരു വൈഷമ്യവും കാണിക്കാതെ, ഒരു ദേഷ്യവും ഒന്നും കാണിക്കാതെ ആ സൗഖ്യമായവൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലാദ്യം പോകും. സ്തോത്രം, സ്തോത്രം. എന്താ ഇതിൻ്റെ അർത്ഥം? നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, സ്തോത്രം, ദൈവം ആമേൻ ഇറങ്ങി വന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കത്തക്ക നിലവാരത്തിൽ സ്വർഗം നിന്നെ ആമേൻ ആക്കുമെന്ന് സാത്താന് നന്നായിട്ടറിയാം. ഇപ്പം മോശയെ തന്നെ സംഖ്യാപുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മോശയ്ക്ക് എതിരായിട്ട് 250 പേര് ഒന്നിച്ച് ഒരു മൈൻഡോടെ നിന്നു. മോശ അവർക്ക് മറുപടി പറഞ്ഞില്ല. മോശയ്ക്ക് മറുപടി പറയാൻ പറ്റും, പക്ഷെ മോശ, തിരുവചനം പറയുന്നു, ദൈവസന്നിധിയിൽ വീണു. ദൈവം പറഞ്ഞത് മോശ ചെയ്തു. ഒരു സ്തോത്രം പറയാൻ പറ്റും നിങ്ങൾക്ക്? ഹല്ലേലൂയ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, രാജീവേ നിങ്ങളുടെ എപ്പിസോഡ് കേൾക്കുമ്പോൾ നമുക്കങ്ങോട്ട് അതിൽ ഒരു ഇൻട്രസ്റ്റ് വരില്ല രാജീവേ, ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, നീ ടീന ഷർട്ട് ശരിയല്ല, ഒരു പ്രത്യേക ഇത് വേണം. എനിക്കിതുവരെയ്ക്കും അത് മനസ്സിലായിട്ടില്ല. ആ വാക്കിനൊന്നും ഞാൻ എൻ്റെ ചെവിയും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യം, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനൊരു മാറ്റത്തിന് വേണ്ടി ആമേൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാൻ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനറിയാം, അതുകൊണ്ട് ഒരു ഗുണമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞേ, ദൈവമക്കൾ ദൈവവചന വെളിപ്പാട് ഇല്ലാണ്ട് പോകുന്ന, കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ ഭർത്താവായ സ്തോത്രം ദാവീദ് രാജാവ് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ എനിക്കും അതിലൊരു പങ്കാളിയായി മാറണം എന്ന് സ്തോത്രം ദാവീദിൻ്റെ ആമേൻ ഭാര്യ ചിന്തിച്ചില്ല. അവർ ചിന്തിച്ചു. രാജാവാണ്, രാജാവിനിങ്ങനെ ഇറങ്ങി താഴ്ന്നിറങ്ങി ഇങ്ങനെയൊക്കെ കാണിക്കാൻ കാര്യമുണ്ടോ? ഇന്ന് എല്ലാ പ്രാർത്ഥനക്കാരുടെയും ജീവിതത്തിൽ സാത്താൻ ഉപയോഗിക്കുന്നത് അവൻ സ്നേഹിക്കുന്ന ആ വ്യക്തികളെയാണ് സാത്താൻ എടുത്ത് ഉപയോഗിക്കുന്നത്. നമ്മളതിൽ വീണു പോകരുത്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക, ദൈവം നിന്നെ പ്രസംഗിക്കാനാണോ വിളിച്ചേ, അത് കറക്റ്റ് ചെയ്ത് പോകും. ദൈവം നിന്നെ ആരാധിക്കാനാണോ വിളിച്ചേ, നീ അത് കറക്റ്റ് ചെയ്ത് പോകും. എങ്ങനെ കറക്റ്റ് ചെയ്ത് പോകും? പലവരും നിന്നെ നോക്കി പലതും പറയും. ഇപ്പം എന്നെ തന്നെ എന്തോരോ കാര്യങ്ങൾ പറഞ്ഞെന്നറിയാമോ? ചില നേരത്ത് പറയും തീവ്രവാദി എന്ന് പറയും. ഇതൊക്കെ മുമ്പ് ഞാൻ ചെവി കൊടുക്കും, ഇപ്പം ചെവി കൊടുക്കില്ല. കാരണം മനസ്സിലായി, ഈ ചെവിയിൽ ഈ വാക്ക് കയറിയാൽ ഇതെന്നെ ഭരിക്കും. കാരണം നീ ആത്മീയതയിൽ വളരണമെങ്കിൽ നീ ആത്മാവിൻ്റെ വചനം വായിച്ചാലേ നിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വരും. അല്ല വല്ലവരും പറയുന്നത് കേട്ട് ജഡകീയമായിട്ട് നീ ജീവിച്ച നിൻ്റെ ഉള്ളിൽ സാത്താൻ വളരും. ചിന്തിച്ചു നോക്കിയാൽ മതി. കാരണം ജഡകീയ മനുഷ്യനുമുണ്ട്, ആത്മീയ മനുഷ്യനും നമ്മളിലുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ദാവീദ് സംസാരിച്ചത് തൻ്റെ ഭാര്യയോട് കുറ്റപ്പെടുത്തിയല്ല. അവർ വിചാരിച്ചത് അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ യഹോവ ആ വാക്ക് കേട്ടു. കാരണം ദാവീദിന് അങ്ങനെ ഒരു മൈൻഡുണ്ട്. യഹോവ ആ വാക്ക് കേട്ടു. അവൾക്ക് മക്കളില്ലാതെയായി. ആ വ്യക്തിയുടെ ഒറ്റ വാക്കല്ലേ ഈ അഭിഷേകത്തിനെ തെറ്റിച്ചു കളഞ്ഞത്. അവർക്ക് ആ ഭവനത്തിൽ അത് വളരെ പറയുന്നുണ്ട്, ദാവീദ് ഓടി വരുന്നു അനുഗ്രഹിക്കാൻ. ഈ 30,000 പേരും ഒരേ സ്വരത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തിനാ നമ്മളെ ചർച്ചകളിൽ നിന്ന് ഇങ്ങനെയാണ്, കണ്ണടച്ച് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കണ്ണു തുറന്നിരിക്കും, ഒറ്റ കണ്ണടയ്ക്കും, ഒരാൾ തുറന്നുകൊണ്ടിരിക്കും. എന്തിന്? നീ ദൈവത്തെയാണ് ആരാധിക്കാൻ വന്നേ. ആമേൻ. ഒരു വ്യക്തിയുടെ അതാണ് ദാവീദിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം മൊത്തവും 2025 നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭർത്താവിന് ഒരു കൈത്താങ്ങലായി നീ മാറ്, നിൻ്റെ ഭാര്യയ്ക്ക് ഒരു കൈത്താങ്ങലായി മാറ്, ആ ദേശത്തിന് ഒരു കൈത്താങ്ങലായി മാറ്. അല്ലാതെ കുറ്റവും കുറവും അതും ഇതും പറഞ്ഞ് പിന്നെ വലിയ പ്രാർത്ഥന ഇങ്ങനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ, സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭാര്യയെ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഈ മനുഷ്യൻ, എൻ്റെ പൊന്നോ. അവിടെയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ മുറിവാണ് വരുത്തുന്ന സാത്താൻ.
ദാവീദിൻ്റെ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞിട്ട് അങ്ങേർക്ക് മുറിവൊന്നും വന്നില്ല. അങ്ങേര് വീണ്ടും ആരാധിച്ചു, ആഴത്തിലിറങ്ങി സംസാരിച്ചു. അങ്ങേര് കേൾക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയെന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. ഇന്നും വീട്ടുകളിൽ വഴക്കം തീർന്നിട്ടില്ല. ഇന്നും സഭകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. സ്തോത്രം. ചിന്തിക്കപ്പാ നിങ്ങൾ. 250 പേർ ഒറ്റയാടിക്ക് മോശയ്ക്കെതിരായി തിരിഞ്ഞ. നീ ഇനി പ്രാർത്ഥിച്ചതും സംസാരിച്ചതൊക്കെ മതി. ഒന്ന് ആലോചിച്ച് നോക്കി. 250 പേര് ഒരു മനസ്സോടെ ഒരുത്തൻ്റെ വാക്ക് കേട്ടപ്പോൾ 250 പേര് എണീറ്റെങ്കിൽ അഭിഷേകം പ്രാപിച്ച നിന്റെ വാക്ക് കേൾക്കാൻ എത്ര പേര് കാത്തിരിക്കുന്നു? ഹൃദയം നിറഞ്ഞത് വാ പ്രസ്താവിക്കുന്നു. ദൈവം ഈ വാക്കുകളാൽ, വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തോത്രം. ആമേൻ.